പിന്നെ അതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെ സൗണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും. അതുകൊണ്ടാണ്. വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എല്ലാവർക്കും എഡ്ഫിൽ ലേണിംഗിലേക്ക് സ്വാഗതം. പലപ്പോഴും പല ആളുകൾക്കും ഈ എഡ്ഫിൽ ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനം ഏതാണ്, പുതിയതാണോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു എഡ്ഫിലിനെ സംബന്ധിച്ച് ജസ്റ്റ് എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ? സെറ്റ് അല്ലേ? കേൾക്കുന്നില്ലേ? കുറച്ച് സമയമുള്ളൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ശരി. അപ്പോൾ പിന്നെ എഡ്ഫിൽ ലേണിംഗ് എന്ന് പറയുന്നത് 2017 തുടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. 2017 വിദ്യ എന്നായിരുന്നു മുമ്പ്, വിദ്യ ക്ലാസ് റൂം. പിന്നീട് അത് റീബ്രാൻഡ് ചെയ്ത് 2022 കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ളതാണ്. കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, PSC തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ എഡ്ഫിൽ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷനിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തിട്ട് നേരെ നമ്മുടെ വർക്കൗട്ടിലേക്ക് പോകാം. LP-UP പരീക്ഷ എന്നാണ് വരിക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. LP-UP പരീക്ഷ എന്ന് വരും? കമോൺ, എപ്പോഴാണ് പരീക്ഷ ഉണ്ടാവാൻ സാധ്യത? എക്സാം എപ്പോഴാണ് ഉണ്ടാവാൻ സാധ്യത? സാധ്യത ഇല്ലേ? 2024 എന്നാണ്. ഓക്കെ, 2024 പ്രതീക്ഷിക്കാം. ഓക്കെ, ഗുഡ്. അപ്പോൾ 2024 മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 1 ഇയർ ഗ്യാപ്പിന്റെ ഉള്ളിൽ നിർബന്ധമായും നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു പരീക്ഷയാണ് LP-UP പരീക്ഷ. LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ എന്ന് പറയും. എത്ര പോസ്റ്റുകൾ കേരളത്തിൽ നിയമനം നടക്കാറുണ്ട്? എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കഴിഞ്ഞാൽ ഞാൻ നേരെ ഇതിലേക്ക് വരും. നിങ്ങൾക്ക് വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഓണാക്കാം. ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് പോകാം. നമുക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് റെക്കോർഡ് ക്ലാസ് നമുക്ക് സെറ്റ് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾ ഏകദേശം എത്ര പോസ്റ്റുകൾ നമുക്ക് സാധ്യതയുണ്ട്? ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര പോസ്റ്റുകൾ അറിയോ? ആർക്കെങ്കിലും അറിയോ? എത്ര സാധ്യതയുണ്ട്? പറയോ? കോഴിക്കോട് 300 to 400. ഓക്കെ, വിജിറ്റ്സ് പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ടൊക്കെ ഏകദേശം 200-ലധികം പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ശരാശരി ആയിരക്കണക്കിന് പോസ്റ്റുകളുള്ള ഒരു പ്രീമിയം ജോബ്, ആയിരക്കണക്കിന് തന്നെ പറയാം നമുക്ക്. കാരണം LP-UP സ്കൂളുകളുള്ള, ഗവൺമെന്റ് സ്കൂളുകളില്ലാത്ത ഒരു ജില്ലയും ഇല്ല. LP-UP സ്കൂളുകളില്ലാത്ത 300 150ന്റെ ഇടയിൽ പല കാര്യങ്ങളും പത്തനംതിട്ട SBന. അപ്പോൾ പല രീതിയിലും ആണെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും 1000കളാണ്. നമുക്ക് എത്ര പോസ്റ്റ് വേണം? നമുക്കൊന്ന് മതി. യെസ്, നമുക്കൊന്ന് മതി. പല ആൾക്കാരും ചോദിക്കും ഇന്ന ജില്ലയിൽ എത്ര പോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്ന ജില്ലകളിൽ എത്ര ആളുകൾ വരാൻ സാധ്യത ഉണ്ട്, അവിടെ കട്ട് ഓഫ് കുറയോ ഇല്ല, ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ സാധാരണ PSCന്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവരോട് ചോദിക്കല്, നിങ്ങൾക്ക് എത്ര പോസ്റ്റ് വേണം? നിങ്ങൾക്ക് ഒന്ന് മതിയില്ലേ? ആ ഒരൊറ്റ പോസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്താൽ വളരെ കൃത്യമായി നമുക്ക് ലഭിക്കുന്ന ഒരേ ഒരു കാര്യമാണ് LP-UP എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡിസ്കഷൻസുകളും പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില മെത്തഡോളജികളുമാണ് എഡ്ഫിൽ ലേണിംഗ്. ഓൾറെഡി എഡ്ഫിൽ ലേണിംഗിൽ LP-UPയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, കേട്ടറ്റിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. കേട്ടറ്റ് പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ LP-UPക്ക് നോക്കുന്ന കുട്ടികളുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരുള്ളൂ. ഈ പരീക്ഷ എഴുതുന്ന ആളുകൾക്കും ഉപകാരം ഉണ്ടാവും. അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദിസ്? എന്താണിത്? ഒന്ന് പറയോ? എന്താ? ഞാൻ മൈക്ക് ഓഫ് ആക്കാൻ പറയാൻ കാരണം എന്താ അറിയോ? ഈ നമുക്ക് ലാസ്റ്റേക്ക് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇത് ഓക്കെ, ഡ്രീം എന്ന് പറയുന്ന സംഗതിയാണ്. സ്വപ്നമാണ് അല്ലെ?
നല്ല ഭംഗിയായിട്ട് ഒരു ചങ്ങായി ചിരിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാണ്, ഒരു കുട്ടി ഉറങ്ങാണ്. ഡ്രീം എന്നുള്ളത്. ഈ ഡ്രീം എന്ന് പറയുന്നത് ഇല്ലേ, ഡ്രീമാണ്, സ്വപ്നം. എന്തൊക്കെ സ്വപ്നം കാണാറുണ്ട് നമ്മള്? എന്തൊക്കെ സ്വപ്നങ്ങൾ നമ്മുടെ ലൈഫിൽ കാണാറുണ്ട് സാധാരണഗതിയിൽ? ഒന്ന് വെറുതെ എക്സാമ്പിൾസ് പറയാമോ? ഡ്രീം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളുണ്ട്, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളുണ്ട്. ആം ഐ കറക്റ്റ്? ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന സ്വപ്നം എന്ന് പറയാൻ പറ്റുമോ? ഉണർന്നിരിക്കുന്ന സമയത്ത് ഇന്ററാക്റ്റീവ് ആയാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നോക്കാം. ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ മതി. ഉണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നം, നിങ്ങൾ സ്വപ്നം ഒന്നും കാണാല്ലേ? ഞാനൊക്കെ സ്വപ്നം എന്ന് പറഞ്ഞാല് ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആവണത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, അമേരിക്കന്റെ പ്രസിഡന്റ് ആവണത് സ്വപ്നം കണ്ടിട്ടുണ്ട്, ലോകത്ത് നമ്മൾ നടക്കുന്നത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ നടക്കുന്നത് നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ഇതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ കാണാലോ, കാരണം നടക്കൂലെങ്കിലും സ്വപ്നമാണല്ലോ ഡ്രീം. നിങ്ങൾ ആരെങ്കിലും കണ്ടൊരു സ്വപ്നം കമന്റ് ചെയ്യോ? ജസ്റ്റ് സ്വപ്നം ആരും കാണാറില്ല അല്ലെ? അപ്പൊ നിങ്ങൾ അധ്യാപകരാകാൻ പോകുന്ന ആൾക്കാർ സ്വപ്നം കാണില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. അല്ലെങ്കിൽ കാണുന്ന സ്വപ്നമൊക്കെ പറയാൻ പറ്റാത്ത സ്വപ്നങ്ങളൊന്നുമല്ലല്ലോ, എല്ലാവർക്കും പറയാൻ പറ്റുന്ന സ്വപ്നങ്ങളല്ലേ? ശരി ശരി. ഞാൻ എന്തായാലും നല്ലൊരു ജോലി കിട്ടി ലീവ് എടുത്ത് നടക്കുന്നത്, ഓ അടിപൊളി. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം പിന്നെ ഞാൻ ഫിലിം സ്റ്റാർ ആവുന്നത്, വെരി ഗുഡ് ഷമീറ. ഒക്കെ ആവും, ഇപ്പോൾ വിചാരിച്ചാലാകും. പിന്നെ അല്ലെ, നമ്മള് വിചാരിച്ചാല് കരുതുന്ന ഓരോ സംഗതികൾ എന്ന് പറയുന്നത് വലുതാണ്. ഈ ജോലി കിട്ടിയ ലീവ് എടുക്കുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും വലിയൊരു സ്വപ്ന. കാരണം ജോലി കിട്ടിയ നമുക്ക് ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ നല്ല സുഖമാണ്, കുറെ ലീവ് എടുത്ത് നടക്കാലോ. അപ്പൊ അതാണ് നമ്മൾ ഡ്രീം ആയിട്ട് കാണാറുള്ളത് എന്നുള്ളതാണ്. വാട്ട് ഇസ് ദിസ്? മൈ ക്വസ്റ്റ്യൻ. ഇതെന്താണ്? സ്വപ്നം നമുക്കുണ്ട്. വാട്ട് ഇസ് ദിസ്? ഈ പിക്ചറിൽ കാണും എയിം. ശ്രീജിൽ പറയുന്നത് എയിം ആണ്. യെസ്, ഒരാളുടെ എയിം ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ് എൽസ്? ടാർഗറ്റ്. ഒരു സെക്കൻഡ്. ടാർഗറ്റ്, ലക്ഷ്യം, എയിം. ഓക്കെ ഓക്കെ, ലക്ഷ്യമാണ് ഉള്ളത്. ശരിയാണ്, ഉത്തരം റെഡിയാണ്. അല്ലെങ്കിൽ ഗോൾ എന്നൊക്കെ പറയാം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫസ്റ്റ്? നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡ്രീം ആണോ ആദ്യം വേണ്ടത്, ഗോൾ ആണോ ആദ്യം വേണ്ടത്? നമുക്ക് സ്വപ്നമാണോ ആദ്യം വേണ്ടത്, അല്ലെങ്കിൽ ഗോളാണോ, ലക്ഷ്യമാണോ? ഗോൾ, ഡ്രീം, ഗോൾ, ഡ്രീം. ഓക്കെ, ഷെജില് ദ്രേശ് ഗോള പറയുന്നത് ഡ്രീമാണ്, ഗോളാണ്. ഓക്കെ, ഗോളും ഡ്രീമും എല്ലാം കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറയാണ്, എന്നിട്ടാണ് സ്റ്റഡി മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ ഓക്കെ, ഡ്രീം ആണോ ഗോൾ ആണോ എന്ന് ചോദിച്ചാൽ ഡ്രീംസ് കം ബിഫോർ ഗോൾസ് എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഗോളിന് മുന്നേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കുന്ന നമ്മളുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ ആദ്യം കാണുകയും അതിനുശേഷമാണ് ഗോളാക്കി മാറ്റുകയും ചെയ്യേണ്ടത്. സ്വപ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഉറങ്ങുന്ന സമയത്ത്, നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യാണ് എന്ത്, എന്തോ കണ്ടു, നമ്മൾ ഇന്നതാകുന്നു അല്ലെങ്കിൽ ഇന്നിങ്ങോട്ട് പോകുന്നു. ദാറ്റ് ഇസ് നോട്ട്. അതാണ് റിയാലിറ്റിയിൽ സ്വപ്നം എന്ന് പറഞ്ഞാലും നമ്മൾ കാണുന്ന ജീവിതത്തിന്റെ കുറെ സ്വപ്നങ്ങളുണ്ട് അല്ലെ? എന്താവണം എന്നാണ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ ഉള്ളത്? ജസ്റ്റ് ഒന്ന് പറയോ, കമന്റ് ചെയ്യോ? ഇപ്പൊ ചില ആൾക്കാർ പറയും ടീച്ചർ ആവണം എന്നാണുള്ളത്. അപ്പൊ ചില ആൾക്കാർ പറയും അല്ല, ശരിക്കും എനിക്ക് ടീച്ചർ ആവാനൊന്നും ആഗ്രഹമില്ല. എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ജീവിതത്തിൽ? നമ്മൾ പറയുന്ന കുറെ സ്വപ്നങ്ങൾ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. നേരത്തെ പറഞ്ഞ കുറെ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ എന്തായി തീരണം, ലൈഫിന്റെ ഒരു അംബീഷൻ. ബിക്കം എ ടീച്ചർ. ശ്രീജിൽ പറഞ്ഞത് ഒരു അധ്യാപക എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ അറിവിന്റെ സുന്ദരമായ വിജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു ടു ഗെറ്റ് എ പെർമനന്റ് ജോബ്. വിപിനയുടെ പ്രശ്നം, യെസ്, ടീച്ചർ ആകണം. പ്രൈവറ്റ് സ്കൂളുകളിലും ഗസ്റ്റ് അധ്യാപകരുമായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ
അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പിന്നെ പ്രയാസപ്പെടുന്നവരെന്ന നിലയിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കുറെ സങ്കടം ഉണ്ടാവും. ഇപ്പോ പ്രൈവറ്റ് സ്കൂളിൽ നിരന്തരമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുകയും നോട്ട് എഴുതുകയും ടീച്ചിങ് നോട്ട് എഴുതുകയും HMന്റെ മുഖം കാണുകയും വളരെ സങ്കടത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഓരോ ഇന്റർവ്യൂസുകളിലും പങ്കെടുത്തിട്ട് അടുത്ത ജോബ് എന്താകുമെന്ന ആശങ്കയുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ ആശങ്കകളും കുറേ ഇതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടീച്ചർ ആവണം എന്നതാണ്. ഞാനിപ്പോ അടുത്തൊരു PSCന്റെ വെബിനാറിൽ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ആവാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് ടീച്ചർ ആവാൻ ഒരു ആഗ്രഹവും ഇല്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ ഇപ്പൊ ഈ വെബിനാറിൽ വന്നത്? അപ്പൊ ആള് പറഞ്ഞെന്താ വെച്ചാല് ടീച്ചർ ആവാൻ ആഗ്രഹമില്ല, പക്ഷെ ഒരു ജോലി എന്നുള്ള നിലക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാന്നുള്ളതാണ്. അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാറുള്ളത്. ശരി, നിങ്ങളുടെ ഒക്കെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു അധ്യാപകനാണ്. വെറും അധ്യാപകനായ മതിയോ? ഗവൺമെന്റ് അധ്യാപകനാവണോ അല്ലെങ്കിൽ സാധാ അധ്യാപകനായ മതിയോ? എന്താവണം? ഗവൺമെന്റ് ആവണോ? ഏതാവണ്ടേ? പറ. ഗവൺമെന്റ് അധ്യാപകനാവുക എന്ന സ്വപ്നത്തിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ഞാൻ ചില കഥകൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വിപിന പിന്നെ ചില സംഗതികൾ നമുക്കറിയാം. നിങ്ങൾക്ക് ഡിസ്നിനെ അറിയോ? ഡിസ്നിനെ അറിയോ ആർക്കെങ്കിലും? വാട്ട് ഡിസ്നി എന്ന് പറയുന്ന ആള്? ഹൂ ഇസ് ഡിസ്നി? ആരാ ഡിസ്നി എന്ന് പറയുന്നത്? ഡിസ്നിനൊന്നും അറിയില്ല. നമ്മളവിടുത്തെ ആരെങ്കിലും അറിയാം അല്ലെ? ഡിസ്നി ആരാണ്? LP UP GK ആൻഡ് കറന്റ് അഫയേഴ്സ് പഠിക്കുന്ന, പിന്നെ LP UPക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്ന ഭാവിയിലെ യെസ് ഷമീറ, വെരി ഗുഡ്. മിക്കി മൗസ് എന്ന് പറയുന്ന നമ്മുടെ വലിയ വലിയ ചിരികൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം എന്റർടൈൻമെന്റും നൽകിയിട്ടുള്ള മിക്കി മൗസ് എന്ന പിന്നെ ഒരു കാർട്ടൂൺ സിസ്റ്റത്തിന്റെ ഉപജ്ഞാതാവാണ് ഡിസ്നി എന്ന് പറയുന്ന ആള്. ആനിമേറ്റർ ആണ്. ദർശന പറഞ്ഞത് ക്ലിയർ ആണ്. ആനിമേറ്റർ. അദ്ദേഹം മരിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണോ? അദ്ദേഹം മരിച്ചിട്ടുണ്ടോ? അറിയോ? ഓക്കെ, ഞാൻ പറയാം. ഡിസ്നി കണ്ട ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിന്റെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിന്റെ വാല്യൂയും നിങ്ങൾ എത്രത്തോളം ആ സ്വപ്നത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ഒരാൾ ടീച്ചർ ആവണമെന്ന് പറയുന്നു. ടീച്ചർ, അപ്പൊ നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ കൊടുത്തിട്ടാണ് ടീച്ചിങ് പൊസിഷനിൽ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നല്ല സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും പിന്നെ പല സമയങ്ങളിലും ക്യാഷ് കൊടുക്കും. വലിയ ക്യാഷ് കൊടുത്തിട്ട് ജോബ്. ക്യാഷ് കൊടുക്കാണ്ട് കിട്ടുന്ന കുറെ ജോബുകളുണ്ട്. ഇപ്പൊ ഒരിക്കലും ഒരു LP സ്കൂൾ പോസ്റ്റില് പിന്നെ കോഴിക്കോട് ജില്ലയിൽ എനിക്ക് നിയമനം കിട്ടിയ സമയത്ത് ഞാൻ ആ ജോബ് ഒഴിവാക്കിയിട്ട് കോളേജിലേക്ക് വർക്ക് ചെയ്തു. ഞങ്ങൾ ഇന്ന ജസ്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, പേര് കൊടുത്തിട്ടില്ല. എന്റെ പേര് ഹസീബ് എന്നാണ്. ഹസീബ് പിന്നെ കോഴിക്കോടാണ് ചെയ്യുന്നത്. നമ്മുടെ എഡ്ഫിലിന്റെ ടീമിൽ മെമ്പർമാരിൽ ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാല് അവിടെ പേയ്മെന്റ് വേണ്ടെന്ന്. പക്ഷെ പേയ്മെന്റ് ചോദിച്ച് ഏകദേശം എത്ര പേയ്മെന്റാ ഇപ്പൊ എത്തിക്കിടക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ? ഒരാൾ ഒരു പോസ്റ്റിൽ കയറണമെങ്കിൽ എത്ര വരുന്നത്? 35 ആണോ? 40 ആണോ? 45 ആണോ? 35 30 30 43 കിടക്കുന്നത്. ശരി, ഇപ്പൊ അടുത്ത് ഞാനൊരു നമ്മുടെ ഒരു സ്റ്റുഡന്റ് എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യം എന്താ പറയുക? ലോൺ എടുത്തിട്ട് അവര് ജോലി കയറി. ഓൾമോസ്റ്റ് ലോൺ എടുത്തത് ബാക്കി പൈസ അവർ എങ്ങനെയോ കടം വാങ്ങി കൊടുത്ത്, എന്നിട്ട് കടം കിട്ടാത്തതുകൊണ്ട് ബാങ്കിൽ ലോൺ വെച്ചിട്ട് 10 ലക്ഷം രൂപക്ക് ലോൺ വാങ്ങിച്ചു. ലോൺ അടയ്ക്കുന്നത് 20,000 രൂപയാണ്. 20,000 പെർ മന്ത് അടയ്ക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ സാലറി എത്രയാണ്? അയാള് കയറിയിട്ടുള്ളൂ. ഫസ്റ്റ്ലി നമുക്ക് ഏകദേശം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് എല്ലാ പിടുത്തും കഴിഞ്ഞാൽ ഒരു 25,000 to 26,000 ഒക്കെ LP സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ പ്രൊമോഷനും പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് ഇൻക്രിമെന്റ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നമുക്ക് സാലറി കിട്ടാം. ഏറ്റവും ടോപ്പ് സാലറി കോളേജിലാണ്. കോളേജിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ സാലറി നമ്മൾ തന്നെ എത്തിപ്പോകും. നമ്മൾ ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ സാലറി അവർ വാങ്ങുന്നത് 1.5 to 2 lakhന്റെ ഇടയിലാണ്. പുതിയ പരിഷ്കരണം വരുന്നതിന് മുമ്പേ ഉള്ളത്. അധ്യാപക മേഖലയിലെ ഏറ്റവും ടോപ്പ് ലെവൽ ബ്രില്യൻ ജോബ് ആയിട്ടുള്ള കോളേജിയേറ്റ് പ്രൊഫസർഷിപ്പിലൊക്കെ വാങ്ങുന്ന സാലറികൾ എന്ന് പറഞ്ഞാൽ വലുതാണ്. ഈ കുട്ടീനോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ ഡിസ്നിനെ മറക്കരുത് കേട്ടോ. ഞാൻ ഡിസ്നിയിലേക്ക് വരാം. ഡിസ്നിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാണ് ഒരു ഡ്രീമിന്റെ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞ എന്താ വെച്ചാല് ആള് 20,000 രൂപ ലോൺ അടക്കും.
അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ഇയേഴ്സ് അടയ്ക്കണം? 8 വർഷം അടക്കണം. 8 വർഷം 20,000 അടക്കാന്ന് പറഞ്ഞാല് 16 പ്ലസ് ലാക്ക്. അതാണ് അയാൾ വാങ്ങിയ പൈസ 10 ലാക്ക്, 6 ലക്ഷം ഇൻട്രസ്റ്റ്. 16 ലക്ഷം രൂപ കൊടുത്തിട്ട് 8 കൊല്ലം സ്വസ്ഥതയില്ലാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വപ്നമായിട്ടുള്ള സ്വപ്നം. ഏറ്റവും പ്രധാനപ്പെട്ടത് കലാം പറഞ്ഞതുപോലെ ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കാണുന്നത് അല്ല യഥാർത്ഥത്തിൽ സ്വപ്നം. എന്താണ് സ്വപ്നം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. നിങ്ങൾ ഉറക്കം കെടുത്തുന്ന കുറെ കാര്യമുണ്ട്. ഉറങ്ങണ സമയത്ത് പഠിച്ചോനെ പിന്നെ UP സ്കൂളാണല്ലോ, ദൈവമേ ഞാൻ എന്താ ചെയ്യാം. പിന്നെ കുറെ ആൾക്കാർ പഠിക്കാൻ തുടങ്ങിയത്, കുറെ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കാം പഠിക്കണം തുടങ്ങാം, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അല്ല സമയമായില്ലല്ലോ, നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ എന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഏറ്റവും കൂടുതൽ LP UP പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ അധികം കൂടുതലാണ്. ഇതിനായിട്ടിരിക്കുന്ന മക്കൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് നമ്മൾ LP UP കൃത്യമായിട്ടുള്ള ഒരു വർക്ക് പ്ലാൻ വേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, അപ്പൊ ഞാൻ ഡിസിഷനിലേക്ക് വരാം, നമ്മുടെ ഗോളും നമ്മുടെ ഡ്രീമും ഉള്ളിലുണ്ട് എങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും. ഇപ്പൊ പൈസ കൊടുത്ത് കയറുന്ന ആൾക്കാരെ ഞാൻ പലപ്പോഴും പൈസ കൊടുത്ത് കയറുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പിന്നെ ഞാൻ പറയുന്ന വാചകം എന്ന് പറയുന്നത്, അപ്പൊ ചില ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലായിട്ടാണോ എന്ന് ചോദിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയും, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ക്യാഷ് കൊടുത്ത് കയറാണ്ടിരിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളുടെ സ്കില്ല്, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ഡ്രീം, നമ്മുടെ ഗോൾ, നമ്മൾക്കുള്ള കഴിവ്, ആ കഴിവിനെ നമ്മൾ 10-40 ലക്ഷം രൂപക്ക് നമ്മൾ വിൽക്കരുത്. നമുക്ക് കഴിയും. LP സ്കൂളിലെ ഗവൺമെന്റ് ജോബിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ബ്രെയിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിയോ? ഒരാളുടെ ബ്രെയിന്റെ കപ്പാസിറ്റി എത്രയാണ്? നിങ്ങൾ GKയും കറന്റ് അഫയേഴ്സും പിന്നെ മലയാള സാഹിത്യവും സോഷ്യലും കെമിസ്ട്രിയും ഫിസിക്സും മാത്സും എല്ലാം പഠിക്കേണ്ടവരാണ്. 1400 GB. പിന്നെ എന്താ വേറെ ആരെങ്കിലും പറയോ? ഒന്നുകൂടി പുതിയ പഠനം കുറിച്ച് അറിയോ ആർക്കെങ്കിലും? ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി. മുമ്പ് ഞാൻ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചത് 12 എൻസൈക്ലോപീഡിയ ഒരുമിച്ച് വെച്ച് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും അധികം ബ്രെയിൻ കപ്പാസിറ്റി. വേറെ ആർക്കും അറിയില്ല? അസീന പറഞ്ഞു. വേറെ ആരെങ്കിലും എനിത്തിങ്? ബ്രെയിന്റെ കപ്പാസിറ്റിയാ ചോദിച്ചു. ബ്രെയിന്റെ കപ്പാസിറ്റി എത്രയാണ്? അങ്ങനൊന്നുമില്ല. ഇങ്ങനെ തലയിൽ കുറച്ചൊക്കെ കയറും, കുറച്ചൊക്കെ ഇറങ്ങും, കുറെ കയറും, കുറെ ഇറങ്ങും, കുറെ മറന്നു, അങ്ങനെ പോവുണ്ട്. ഇത് എവിടെ എത്താ അറിയില്ല എന്ന് വിചാരിക്കുന്ന ഒരു അഴകൊമ്പൻ ബ്രെയിൻ കപ്പാസിറ്റി ഒന്നല്ല. ദൈവം നമുക്ക് തന്ന, സയന്റിസ്റ്റുകൾക്ക് തന്നതിൽ നിന്ന് ഏവറേജ് IQ ഉള്ള പിന്നെ ബുദ്ധിയുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പഠനത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി എന്താ അറിയോ നിങ്ങൾക്ക്? നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സാധനം, അതായത് നമ്മൾ ബ്രെയിന് റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡ് ചെയ്ത് ചിപ്പായിട്ട് നമുക്ക് കിട്ടാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ആ കിട്ടിയ സാധനം എടുത്തിട്ട് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ എത്ര ഇയേഴ്സ് പ്ലേ ചെയ്യാനുണ്ടാകും? വെറുതെ ഒന്ന് പറയോ, നിങ്ങൾ ഗസ് ചെയ്ത് പറയോ എത്ര ഇയേഴ്സ്? ആദിത്യ കൃഷ്ണനൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റുഡന്റ് ആണ്, പറ എത്ര ഇയേഴ്സ് ഉണ്ടാവും? ഒരു ഗസ് പറയുങ്ങള് ഏകദേശം. ചുമ്മാ കുട്ടികൾക്കിടയിൽ നമ്മൾ പലതും ആക്ട് ചെയ്യണ 100 ഇയേഴ്സ്. വിപിന, വെരി ഗുഡ്. വിപിനൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. കമന്റ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. നമ്മളെ പ്രതികരിക്കുക എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പൊ 100 ഇയേഴ്സ് വിപിന പറഞ്ഞത്. ഓക്കെ, ഞാൻ പറയാം 100 വർഷമെല്ലാം 300 ഇയേഴ്സ് ആണ് പുതിയ സ്റ്റഡി വരുന്നത്. 300 വർഷം നിങ്ങളുടെ കപ്പാസിറ്റിക്കൽ മൈൻഡിനനുസരിച്ച് നിങ്ങൾ ബ്രെയിനിൽ കൊണ്ടുവന്ന സാധനം റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യാണ്, അത് പിന്നെ ചിപ്പിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 കൊല്ലം എടുക്കും അത് റീഡ് ചെയ്യാൻ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും റീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന്. പിന്നെ എന്തുകൊണ്ട് പറ്റണില്ല എന്നറിയോ? കുറെ ഉറങ്ങണം, നമുക്ക് കുറെ സോഷ്യൽ മീഡിയയിൽ കളിക്കണം, കുറെ യൂട്യൂബ് കാണണം, കുറെ ഇൻസ്റ്റാഗ്രാം കാണണം, കുറെ ആൾക്കാരെ കുറിച്ച് കുറ്റം പറയണം, കുറെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചിട്ട് അസൂയപ്പെടണം, കുറെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കിടയിൽ സങ്കടപ്പെടണം, കുറെ ജീവിതത്തിന്റെ കുറെ കാര്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തലയിൽ കയറ്റിയിട്ട് ബ്രെയിന് വർക്ക് ചെയ്യാണ്ട് ബ്രെയിനിന് തോന്നി ഇത്ര മതിയെന്ന്. അപ്പൊ ബ്രെയിന് സാധാ ലെവലില്
നമ്മൾ ഈ 4G സ്പീഡോ 5G സ്പീഡോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ ഒരു KB ബേസിൽ അങ്ങനെ പോവുകയാണ്. അപ്പൊ ബ്രെയിൻ വർക്ക് ചെയ്ത് ഡ്രീമിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ്. ഡിസ്നിയിലേക്ക് തന്നെ വരാം. ഡിസ്നി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 1901 ജനിക്കുകയും 1920 ഒരാശയം കടന്നു വരികയും ചെയ്ത ആളാണ് വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന മിക്കി മൗസിന്റെ ഉപജ്ഞാതാവ്. ഈ മിക്കി മൗസിന്റെ ഉപജ്ഞാതാവിന്റെ ഒരു സ്വപ്നമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനാകാൻ പോകുന്ന അധ്യാപികയാകാൻ പോകുന്നവരെന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഡിസ്നിയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഡിസ്നി ഒരു ആംബുലൻസ് ഡ്രൈവർ ആയി വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം 2 വർഷം ആംബുലൻസ് ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്തു. അദ്ദേഹം വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഫസ്റ്റ് വർഷം രണ്ടാമത്തെ വർഷം വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായി. എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ അയാൾ കാണുന്നത് ഫുൾ സങ്കടങ്ങളാണ്. എന്താ പെയിൻ വെച്ചാല് സ്വാഭാവികമായിട്ടും ആംബുലൻസിലാണ് ആക്സിഡന്റ് കേസുകളും മറ്റു കാര്യങ്ങളും, അവരുടെ ദുഃഖങ്ങള്, അവരുടെ പാരന്റ്സിൻ്റെത് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ ദുഃഖങ്ങൾ, ഇത് മാത്രം കാണണം. 2 വർഷത്തെ തന്റെ ജീവിതത്തിൽ അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വന്നു, ആംബുലൻസ് ഡ്രൈവർഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരുപാട് യുദ്ധങ്ങളും മറ്റൊക്കെ നടന്നിരുന്ന സാഹചര്യമായിരുന്നു അന്ന്. ആ സമയത്ത് ഡിസ്നി ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അദ്ദേഹം ഒരു ചെറിയ വരക്കാൻ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം വെറുതെ ചുമ്മാ അങ്ങനെ രസകരമായി ഈ വരച്ചിട്ട് ആളുകളെ ഹാപ്പി ആക്കാം എന്ന് വിചാരിച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മിക്കി മൗസ് എന്ന് പറയുന്നത്. മിക്കി മൗസിന്റെ ക്യാരക്ടറിൽ വളരെ രസകരമായ സംഭവം എന്താ വെച്ചാൽ, മിക്കി മൗസ് വരച്ചു, അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വലിയ സംഭവം ഒന്നും ആവാൻ പറ്റിയില്ല. പക്ഷെ ലോകത്ത് അന്നത്തെ വലിയ കമ്പനി ആയിട്ടുള്ള ഒരു ആനിമേഷൻ കമ്പനി അദ്ദേഹത്തിന്റെ മിക്കി മൗസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വിലക്ക് വാങ്ങുകയും ലോകത്ത് തന്നെ മിക്കി മൗസ് അറിയാത്ത ഒരാൾ പോലും ഇല്ലാണ്ടിരിക്കുകയും ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതല്ല ഈ ഡ്രീമിന്റെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, മിക്കി മൗസ് കാർട്ടൂൺ ആയിട്ട് വന്നിട്ട് അങ്ങനെ കാർട്ടൂൺ സിസ്റ്റമായി അടിപൊളിയായിട്ട് കാർട്ടൂണൊക്കെ പോയി. അപ്പൊ അദ്ദേഹത്തിന് തോന്നി കാർട്ടൂൺ മാത്രം പോരാ, ആളുകളെ കുറച്ചും കൂടി ഹാപ്പിനെസ് ആക്കണം. മിക്കി മൗസിന്റെ ടോയ് ഇറക്കാൻ തുടങ്ങി. മിക്കി മൗസിന്റെ ടോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഏതാ അറിയോ? മിക്കി മൗസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ടോയ് ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു വസ്തു ഏതായിരിക്കും? മിക്കി മൗസും കാണാല്ലേ നിങ്ങള്? ഇടയ്ക്ക് മിക്കി മൗസും ടോം ആൻഡ് ജെറി ഒക്കെ കാണണം കേട്ടോ. അത് മൈൻഡ് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിട്ട്. പറ വിപിന, എവിടെ പോയി? ഡക്ക് പ്രധാനപ്പെട്ടതാണ്. പിന്നെ മിക്കി മൗസ് എന്ന് കേൾക്കുമ്പോ നമ്മുടെ ഒരു സാധനം വരാറുണ്ടല്ലോ, ഫേസ്. പിന്നെ അവരെ തലയിൽ എന്താ ഉണ്ടാവല്? തലയിലൊന്നും ഉണ്ടാവില്ലേ അല്ലെ? ബാൻഡ്. ബോ. ഒരു ക്യാപ്പ് ഉണ്ടോ നിങ്ങള്? ക്യാപ്പ് പോലത്തെ ഒരു സാധനം. യെസ്, ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മുടെ ഡിസ്നി എന്ത് ചെയ്തു അറിയോ? അത് നിർമ്മിക്കാൻ തുടങ്ങി. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ സെയിലുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് ശരിക്കും ക്യാപ്പ് സെയിൽ ചെയ്യാൻ തുടങ്ങി. ഈ സെയിൽ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ വലിയ മാറ്റം ഉണ്ടാവുകയും ആ മാറ്റം ബിസിനസ്സായി ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ കണ്ടത് ഡ്രീം 1966 നമ്മുടെ ഡിസ്നി മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ട് അത് മാറി. 100-ലധികം വർഷമായി മാറി. സാമ്രാജ്യം എന്ന് പറയുന്നതിന് ഞാൻ 2 ഉദാഹരണം പറയാം. നമ്മുടെ കേരളത്തിൽ ഡിസ്നിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തില് നിങ്ങൾക്ക് അറിയോ ഏതാന്ന്? ഡിസ്നി ലാൻഡ്. പിന്നെ വേറെ നമ്മളെ വീട്ടില് നമ്മൾ അറിയുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ട്. 2-3 സാധനങ്ങളുണ്ട്. ഏഷ്യാനെറ്റ്. നിങ്ങൾ ഹോട്ട്സ്റ്റാറിനെ നോക്കിയാൽ ഡിസ്നി ചാനലില് ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നാണ് കാണാം. ആ ഡിസ്നിയാണ് ഞാൻ പറഞ്ഞ ഈ ഡിസ്നി. മനസ്സിലായോ? ഇനി വേറെ ഒന്നും കൂടി കാണാം. 1, 2, 3 ബൈജൂസ് ലേണിംഗ് ആപ്ലിക്കേഷന്റെ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെയുള്ള ചാനലിന്റെ അവരുടെ കോഴ്സിന്റെ പേര് ഡിസ്നി ബൈജു എന്നാണ്. ബൈജു ഡിസ്നി. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഇത് ചെയ്താൽ അറിയാം, ഗൂഗിൾ ചെയ്താൽ അറിയാം. അവിടെ വരെ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ നാട്ടിലെ മലയാളിയായ ഏഷ്യാനെറ്റിലും മലയാളിയായ ബൈജു രവീന്ദ്രന്റെ ലേണിംഗ് ആപ്ലിക്കേഷനിലും ഡിസ്നി ഇൻവെസ്റ്റ് ചെയ്തു. ഞാനതൊരു ബിസിനസ് പറഞ്ഞിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരില്ല. നേരെ മറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് അദ്ദേഹം കണ്ട 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട
ജീവിതത്തിന്റെ വലിയൊരു സ്വപ്നത്തിന്റെ ഇമ്പാക്ട് റിസൾട്ട് ഇപ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, ഒരു ഒപ്പിക്കൽ ടൈപ്പ് ഡ്രീം കാണരുത്. അപ്പോ ചില ആൾക്കാർ ഇപ്പോ LP UPന്റെ ഒക്കെ സ്റ്റഡി തുടങ്ങണ എങ്ങനെയാ വെച്ചാല്, തുടങ്ങണം വിചാരിച്ച് ചില ആൾക്കാർക്ക് 1-ാം തീയതി തുടങ്ങണം വിചാരിക്കും. അപ്പൊ 1-ാം തീയതി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പിന്നെ സമാധാനമുള്ള, കാരണം 1-ാം തീയതി കറക്റ്റ് 1-ാം തീയതി തുടങ്ങണം. ഒരു റെസല്യൂഷൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരില്ലേ, ജനുവരി 1-ന് എന്തായാലും തുടങ്ങാം. ഇപ്പൊ മെയ് 1 ഇന്ന്, ഇപ്പൊ മെയ് 1 കഴിഞ്ഞാൽ ചിലക്കറിയും ഇനിയിപ്പോ മെയ് 1 അല്ല, ഇനിയിപ്പോ അടുത്ത വെള്ളിയാഴ്ച തുടങ്ങാം, അല്ലെങ്കിൽ ഞായറാഴ്ച തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാം. ഇതാലോചിക്കും, രാവിലെ തുടങ്ങണം വിചാരിക്കും, രാവിലെ ഒരു മൂഡില്ല, ഭയങ്കര ചൂടാണ്. അപ്പൊ രാത്രി ആയാലോ, രാത്രി ഭയങ്കര താല്പര്യമായിരിക്കും പഠിക്കുക. ഇതൊക്കെ സെറ്റ് ആവാൻ വേണ്ടി ഇരുന്ന് അവസാനം എപ്പോഴും തുടങ്ങാത്ത, എന്നാൽ തുടങ്ങിയവരുമായിട്ടുള്ള കുറെ ആളുകളാണ് ഉള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തുടങ്ങാണ്ടിരിക്കാൻ അല്ലെങ്കിൽ പഠിക്കാണ്ടിരിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് അറിയങ്ങള്, വാട്ട് ഇസ് യുവർ ഡ്രീം എന്ന് വെച്ചാൽ വാട്ട് ഷുഡ് ബി യുവർ ഡ്രീം, നിങ്ങളുടെ സ്വപ്നം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ബി സ്പെസിഫിക് അബൌട്ട് യുവർ ഡ്രീം എന്നാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ സ്പെസിഫൈഡ് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ പറ്റണം. സ്പെസിഫൈഡ് ആയി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെ, ലോകത്ത് ഏറ്റവും കൂടുതൽ, പിന്നെ ഞാനിത് പറഞ്ഞ് ഏകദേശം റെഡി ആകുമ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ ക്ലാസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എഡ്ഫിൽ സ്റ്റഡി മാസ്റ്റർ പ്ലാന് നിങ്ങൾക്ക് PDF നൽകും. നിങ്ങൾ അത് പ്രിന്റ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് IAS കിട്ടിയിട്ടുള്ള IPS കിട്ടിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും അവരുടെ ലൈഫിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യബോധത്തോടു കൂടി വർക്ക് ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് റിസൾട്ട് ഉണ്ടായത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ സംശയമില്ലാത്ത അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഇവരെല്ലാം നേടിയത് എന്നുള്ളതാണ്. ഞാൻ 1-2 സംഭവം കൂടി പറഞ്ഞിട്ട് നമ്മുടെ പോയിന്റിലേക്ക് എത്താം. ആമസോൺ ഉണ്ടാക്കിയത് എപ്പോഴാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആമസോൺ എപ്പോഴുണ്ടാക്കിയെന്ന് അറിയോ? ആമസോണിന്റെ ഇയർ അറിയോ? ഗൂഗിൾ ചെയ്യണ്ട, പറഞ്ഞോളെ, അറിയെങ്കിൽ പറയാം. അറിയോ? 1994 ജെഫ് ബെസോസ് എന്ന് പറയുന്ന ആമസോണിന്റെ സ്ഥാപകൻ ഉണ്ടാക്കുന്നത്. ആമസോൺ ഉണ്ടാക്കിയതിന് ശേഷം ആമസോൺ വന്നു 2015 ലോകത്ത് ഏറ്റവും വിറ്റുവരവുള്ള ഒരു കമ്പനിയായി മാറി. പക്ഷെ രസകരമായ സംഭവം എന്താണെന്ന് അറിയോ നിങ്ങൾ ആലോചിക്കേണ്ടത്? ഇവര് ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് ഓൺലൈനിൽ സജീവമല്ല, ഇന്റർനെറ്റ് വലിയ സംഭവം ഒന്നുമില്ല. എന്നിട്ടും അവർ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിനനുസരിച്ച് വർക്കൗട്ട് ചെയ്തു. സോ കഥകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ലോകത്തുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് മേഖലയിലുള്ള വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ആളുകളെല്ലാവരും അവരുടെ ലക്ഷ്യമായിട്ടുള്ള, അവരുടെ ഡ്രീം ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ടേൺ യുവർ ഡ്രീം ഇൻ ടു എ ബേണിംഗ് ഡിസയർ, ജ്വലിക്കുന്നതായിട്ട്, നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് സമയത്തും വരുന്നതായിട്ട്, ജോലി കിട്ടിയാൽ ആദ്യം കിട്ടുന്ന സാലറിയെ കുറിച്ചിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ നിമിഷത്തെ സംബന്ധിച്ച്, ഡ്രീം ആയിട്ടുള്ള കാര്യം, ജോലി കിട്ടിയതിന് ശേഷം ടൂർ പോകുന്നതിനെ സംബന്ധിച്ച്, പണം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്, കാറ് വാങ്ങുന്നതിനെ സംബന്ധിച്ച്, വീട് വാങ്ങുന്നതിനെ സംബന്ധിച്ച്, ജീവിതത്തിൽ വലിയ പ്രിവിലേജ് ആണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി ഞാൻ നിൽക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നമാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഏത് സമയത്തും പഠനത്തിലായിരിക്കും. മൈ ക്വസ്റ്റ്യൻ ഈസ്, എത്ര സമയം നിങ്ങൾ ഒരു ദിവസം പഠിക്കാറുണ്ട്? എത്ര സമയം പഠിക്കാറുണ്ട്? മൈ ക്വസ്റ്റ്യൻ ഈസ്, എത്ര സമയം പഠിക്കാറുണ്ട്? എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലോകത്തുള്ള എല്ലാ സൽക്കാരവും പരിപാടിയും കല്യാണവും യൂട്യൂബിലുള്ള എല്ലാ വീഡിയോയും, സുജിത് ഭക്തൻ എവിടെ പോയി, ജപ്പാനിൽ പോയോ, അതൊക്കെ നമ്മൾ പഠിക്കുകയും ലോകത്തുള്ള എല്ലാവിധ വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കാൻ PSCക്ക് വേണ്ടി തയ്യാറാണ് എങ്കിൽ അത് നമുക്കൊരു നഷ്ടമായിരിക്കും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, എത്ര സമയങ്ങൾ പഠിക്കാറുണ്ട്? LP UP എത്ര സമയം പഠിക്കാറുണ്ട്? ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരും പറയാം. ഓക്കെ, 2 to 3 hours, 7 2 hours. രജിത, എല്ലാരും പറയും, എല്ലാരും കമന്റ് ചെയ്യും. തുടങ്ങാത്തവർ പറഞ്ഞ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ശരി ഷമീറ, തുടങ്ങാത്തവർ അങ്ങനെ പറയാം, തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണ്ട.
അല്ലെ? തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണ്ട, മറ്റുള്ളവർ അടിച്ചു പോകും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മള് ഡ്രീമായിട്ട് ഇന്ന് തുടങ്ങണം. ഇന്ന് ഈ പ്രോഗ്രാം വെക്കുന്നത്, ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ 3 ഹവേഴ്സ് പഠിക്കുന്നവരുണ്ട്, 2 ഹവേഴ്സ് പഠിക്കുന്നവരുണ്ട്. സരിത, വളരെ നല്ല കാര്യം. ഞാൻ പരമാവധി പറയുന്നു, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് പരമാവധി നിങ്ങൾ പഠിക്കേണ്ട ഹവർ എന്ന് പറഞ്ഞാൽ 3 to 6 ഹവേഴ്സ് ആണ്. 3 മുതൽ 6 മണിക്കൂർ വരെ. 3 മുതൽ 6 മണിക്കൂർ. പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്ന അതിന്റെ വാല്യൂ കുറച്ച് കൂട്ടുക. ശേഷം കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു 8 ഹവേഴ്സ് എങ്കിലും പഠിക്കുന്ന ലെവലിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. എന്താ കാരണം എന്ന് ഞാൻ പറയാൻ കാരണം, അത്രയേറെ നമുക്ക് പിന്നെ ഒരുപാട് എന്താ പറയാ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളെങ്കിൽ സ്വാഭാവികമായിട്ടും വേറുള്ളവർ അടിച്ചു പോകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. റാങ്ക് 1 എന്നുള്ളത് 1 തന്നെ ഉള്ളൂ, 2 എണ്ണം കിട്ടൂല. ഒരൊറ്റ റാങ്കാണ്. ആ റാങ്കിന് പോയാൽ ആ റാങ്ക് കിട്ടും. ശരി, ഇനി നമ്മൾ പഠിക്കുന്നോടത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ പലപ്പോഴും ഹാർഡ് വർക്ക് ഇല്ലാത്തത് കൊണ്ട്, വെരി ഗുഡ്, ഓക്കെ, രാവിലെ പഠിക്കാം, നമുക്ക് ഏത് സമയത്തും പഠിക്കട്ടെ. ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വിശദീകരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കുള്ള വലിയൊരു പ്രശ്നം, ഒരു ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യും, പക്ഷെ സ്മാർട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിൽ നമുക്ക് പലപ്പോഴും റാങ്ക് വാങ്ങാണ്ടിരിക്കും. ഇപ്പൊ ഞാൻ UGC നെറ്റ് ഹോൾഡറാണ്. നെറ്റ് ഹോൾഡർ 2018 നെറ്റ് കിട്ടുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം, അന്ന് കേരളത്തില് നമ്മുടെ ടോപ്പിക്കുകളിൽ ഏകദേശം 25 പേരിൽ അധികം നെറ്റ് വാങ്ങാത്ത സമയമായിരുന്നു. അന്ന് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്, കാരണം ഇന്ത്യയിൽ ഇത്ര പേരെ പാസ്സായിട്ടുള്ളൂ, അതിൽ കേരളത്തിൽ ഇത്ര പേരേ ഉള്ളൂ, അതിൽ നമ്മളൊന്ന് ക്വാളിഫൈഡ് ആയി. അതായത് നെറ്റിന്റെ റിസൾട്ടിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 95% ആൾക്കാരും ഫെയിൽ ആവും. 5% നിന്നാണ് റിസൾട്ട് വരിക. 95%. PSന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ആണോ നെഗറ്റീവ് മാർക്കൊക്കെയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ചെറിയ പോയിന്റിനൊക്കെ റാങ്ക് നഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ടായത് കൊണ്ട് തന്നെയാണ് കൃത്യമായ നമ്മളൊരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. ചില ആൾക്കാര് എന്തൊക്കെയോ വാരി വലിച്ച് പഠിക്കും, കുറെ യൂട്യൂബിൽ നോക്കും, കുറെ പിന്നെ പുസ്തകം നോക്കും. ഇപ്പൊ നമ്മളെ കേട്ടറ്റ് നേടുന്ന കുറെ കുട്ടികള്, ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഒരു 2012 മുതൽ അവര് എക്സാം കേട്ടറ്റ് ചെയ്താണ്. നമ്മുടെ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം കേട്ടറ്റ് കിട്ടി. പക്ഷെ രസകരമായ സംഗതി എന്താ വെച്ചാൽ വയനാട്ടുകാരിയായ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാണ്. പക്ഷെ പിന്നെ കേട്ടറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു വളരെ മോശം, അന്ന് ആ കേട്ടറ്റ് നിർബന്ധമില്ലാതെ കയറിയത്. പക്ഷെ കേട്ടറ്റ് വേണം നിർബന്ധമായിട്ട് ഇങ്ങനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കിട്ടി. അപ്പൊ അവര് പറഞ്ഞൊരു സംഗതി തന്നെ എന്താ വെച്ചാല്, ഓരെ സംബന്ധിച്ചിടത്തോളം കുറേ സമയത്ത് സകല സാധനം എന്നോട് പറയാണ്, അട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് സർ. ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ കുറെ ഉണ്ടാവും, അവിടെ ഇങ്ങനെ വെക്കും. ലോകത്ത് ആര് പരിപാടി നടത്തിയാലും അവിടെ പോയിട്ട് കുറെ നോട്ട് എഴുതി അവിടെ വെക്കും, കുറെ പുസ്തകം വാങ്ങും, കുറെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാവും. ഈ ഫോട്ടോസ്റ്റാറ്റും ഈ പുസ്തകവും അതിന്റെ ഇടയിൽ കുറെ യൂട്യൂബ് ചാനലും കുറെ സിസ്റ്റം ഇല്ലാതെ പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മാർക്കുകളോ നമുക്ക് നേടാൻ. ഈ മത്സര പരീക്ഷയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, പ്ലാനും കൃത്യമായ ആസൂത്രണവും സ്മാർട്ട് സ്റ്റഡി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് റാങ്കും അടിക്കാം. സിവിൽ സർവീസ് അടക്കം അടിക്കാൻ പറ്റും. സിവിൽ സർവീസ് അടക്കം അടിക്കും, ഞാൻ വെറുതെ പറയല്ല, അടിക്കാൻ പറ്റും. പക്ഷെ പഠിക്കണമെങ്കിൽ കൃത്യമായ പ്ലാനും വർക്കൗട്ടും വേണം. ഇതില്ല എങ്കിൽ വലിച്ചു വാരി പഠിക്കുന്ന സിസ്റ്റം ഉള്ള കാര്യം നമ്മൾ ആദ്യം ഒഴിവാക്കുകയും വളരെ സിസ്റ്റമാറ്റിക്കലായി പഠിക്കുകയും ചെയ്യണം. ഞാൻ അതിനാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു പ്ലാൻ സിസ്റ്റമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതാണ് എഡ്ഫിലിന്റെ സ്റ്റഡി മാസ്റ്റർ പ്ലാന്. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സ്റ്റഡി മാസ്റ്റർ പ്ലാൻ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഠിക്കാൻ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിയേറ്റ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. ആക്ഷന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. ചില ആൾക്കാർ പ്ലാൻ ഉണ്ടാവും പക്ഷെ ആക്ഷൻ ഉണ്ടാവില്ല. ചില ആൾക്കാർ ആക്ഷൻ ഉണ്ടാവും, പ്ലാൻ ഉണ്ടാവില്ല. ഈ പ്ലാൻ അനുസരിച്ചാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യവസ്ഥാപിതമായി പഠിക്കാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ആദ്യം പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്വന്തമായി പ്ലാൻ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് എഡ്ഫിൽ ലേണിംഗ് നിങ്ങൾക്ക് നൽകുന്ന പിന്നെ പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അംശത്തോളം ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ചില ആൾക്കാർക്ക് എപ്പോഴും ഉള്ളതാണ് ഒരു ആവേശം. ചില സമയത്ത് പഠിക്കാൻ ഒരു ആവേശം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ മൂഡ് പോകും, പിന്നെ ആവേശം വരും, പിന്നെയും മൂഡ് പോകും. ഇതാണ് ഒരു അവസ്ഥ ഉണ്ടാവാറുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം പ്ലാൻ സെറ്റ് ചെയ്യുക. ആ പ്ലാൻ ഇവിടെ റെഡിയാണ്, ആ പ്ലാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്.
എന്നിട്ട് സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻസ്, നമ്മുടെ ആക്ഷൻസിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങളെ കയ്യിൽ കിട്ടും. ഒന്ന് ഡേറ്റ്, ഒരു ദിവസത്തെ ഡേറ്റ്, ഡേ 1 എന്നാ കൊടുത്ത്. അപ്പൊ നമ്മളൊരു 200 ഡേയ്സ്, 200 ദിവസത്തെ പ്ലാനാണ് നിങ്ങൾക്ക് തരുന്നത്. 200 ദിവസം കൊണ്ട് നമ്മളൊരു ഫസ്റ്റ് ഫേസ് എങ്കിലും നമ്മൾ കവർ ചെയ്താൽ പിന്നെ നമുക്ക് റിവിഷനിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ റിവിഷനുകൾ ചെയ്ത് കൃത്യമായ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ പഠിച്ചോ അല്ലേ എന്നുള്ളത് നമുക്ക് ഈ സ്റ്റഡി മാസ്റ്റർ പ്ലാൻ കണ്ടാൽ മനസ്സിലാവും. എന്താണെന്നറിയോ, നമ്മൾ ഒരു ദിവസത്തെ പ്ലാനുകളെ 5 ടാസ്കുകളാക്കി വെക്കാം. ഞാൻ പറയുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഒരു ദിവസത്തെ നമ്മുടെ പ്ലാനിനെ 5 ടാസ്കുകളാക്കി വെക്കാം. ഇനി ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി തരാം. അപ്പൊ നമ്മൾ ആക്ഷനിലേക്ക് വരാം. ഇപ്പൊ ചില ആൾക്കാർക്ക് പ്ലാൻ ഉണ്ടാവും, ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള കുറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം വർക്കൗട്ട് നടക്കൂല, കൃത്യമായിട്ടുള്ള ആസൂത്രണം നടക്കൂല. ഇത് നടക്കാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെറിയ സ്മാൾ ടാസ്കുകളാക്കി വെക്കാം. നമ്മൾ വർക്കിംഗ് ഹവർ 5 മണിക്കൂറാന്ന് വിചാരിക്കാം. നമ്മൾ വർക്കിംഗ് ഹവർ 5 മണിക്കൂറാണെങ്കിൽ 5 മണിക്കൂറിനെ ഓരോ മണിക്കൂറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ടാസ്ക് ആക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കെമിസ്ട്രിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഭാഗമാണ്, മലയാളത്തിലെ, ഇംഗ്ലീഷിലെയോ മാത്സിലെയോ GK ആൻഡ് കറണ്ട് അഫയേഴ്സിലെയോ അതല്ല ഏതെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഏരിയ ആണെങ്കിൽ 5 ടാസ്ക് ആക്കി വെക്കുകയും ഓരോ ടാസ്കുകൾ നിങ്ങൾ ഇവിടെ എഴുതി വെക്കുകയും ചെയ്യുക. 1 2 3 4 5 ഒരു ടാസ്ക്. ഇപ്പൊ ഫിസിക്സിൽ ഇന്ന ഏരിയ ആണ് പഠിക്കണം എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് കോളത്തിലുള്ള സംഗതിയാണ്. പിന്നെ അടുത്ത ഒരു പോയിന്റ് ആണ് സെറ്റ് ഷോർട്ട് ടേം ഗോൾസ് എന്നാണ്. ചെറിയ ചെറിയ ഗോൾസുകളിലേക്കാണ് നമ്മൾ കൊണ്ടുവരാം. ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറഞ്ഞു വരാം. അതിൽ നമ്മൾ ആദ്യത്തെ ഒരു ഫിസിക്സിലുള്ള ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ 5 ടാസ്കുകളാക്കി വെക്കാം. അല്ലെങ്കിൽ 5 മണിക്കൂറിനെ നമ്മൾ ഓരോ മണിക്കൂറാക്കിയിട്ടും മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങളുടെ ടോപ്പിക്കുകൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ സയൻസിൽ കേരള ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും ഒക്കെ ഉണ്ട്. ഇപ്പൊ കേരള ചരിത്രമാണെങ്കിൽ നമുക്ക് എത്ര പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് ധാരണ ഉണ്ടാവും. അതാണ് ഇപ്പൊ ഏകദേശം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഏകദേശം 3 മണിക്കൂറിന്റെ അടുത്താണ് നമ്മൾ ക്ലാസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നോട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് നോട്ട് എഴുതി പഠിക്കണം. ഒരിക്കലും നിങ്ങൾ പ്രിന്റ് എടുത്ത നോട്ട് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, അതെടുത്തിട്ട് നിങ്ങൾ എഴുതാം. പക്ഷെ നോട്ട് എഴുതി പഠിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി നിങ്ങളെ പ്രിന്റ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ അതെടുത്തിട്ട് നോട്ട് ചെയ്യാം. ദെൻ രണ്ടാമത്തെ കോളം സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ കുറെ എഴുതി വെക്കരുത്. ആദ്യം ഒരു ടാസ്ക് ചെയ്താൽ അല്ലെങ്കിൽ 5 ടാസ്ക് ഒരു ദിവസം എടുക്കുക. ഈ ഓരോ ടാസ്ക് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാനുണ്ട്. അപ്പൊ നമ്മളെ തന്നെ ഒന്നിങ്ങനെ ഇവിടെ അടിച്ചിട്ട് പറയാം, ഈ സാറാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കുക, സെറ്റാണ് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പ്ലാനിലാവും, നമ്മൾ പഠിച്ചു എന്നുള്ളത് നമുക്കൊരു ഉറപ്പും കിട്ടും. എന്തൊക്കെ പഠിച്ചു എന്നുള്ള ടാസ്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്റ്റഡി ട്രാക്കർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് എഡ്ഫിൽ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതാണ്. അത് വേറെയാണ്, നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാം. ഇത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഡേ ബേസിലാണ്. സ്റ്റഡി ട്രാക്കർ ആകുമ്പോൾ ഒന്നുകൂടി സ്പെസിഫൈഡ് ആയിട്ട് ഓരോ യൂണിറ്റ് സബ്ജക്റ്റിലേക്ക് പോകുന്ന രൂപത്തിലാണ്. ശരി, നോട്ട് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പ്രിന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ വെച്ചിട്ട് അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ലെക്ചർ നോട്ട് എഴുതി കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്യണം. നോട്ട് ചെയ്താൽ ടിക്ക് ഇടാം. എല്ലാവരും കാണുന്നില്ലേ ഈ സംഗതി? നോട്ട് ഇടുന്നുള്ളൊക്കെ കാണുന്നുണ്ടോ? യെസ് ഓർ നോ? ഓക്കെ, യെസ്. ശരി, അപ്പൊ നോട്ടഡ് എന്ന് എഴുതാം. പിന്നെ സ്റ്റഡി എന്ന് പറയുന്നത് എഴുതാം. സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പഠിക്കണം. എങ്ങനെ പഠിക്കണം വെച്ചാല് ഡീപ്പായിട്ട് പഠിക്കണം. വെറുതെ രസത്തിന് വേണ്ടിയിട്ട് ഇപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല പിന്നെ സമരങ്ങൾ, കേരള ദേശീയ പ്രസ്ഥാനം, അങ്ങനെ കുറെ സംഭവം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഫിസിക്സിലാണെങ്കിൽ പിന്നെ ഒരുപാട് ടോപ്പിക്കുകൾ, അളവുകൾ, ചലനം, തരംഗ ചലനം, ശബ്ദം, ഇങ്ങനെ കുറെ സംഗതികൾ. ഇപ്പൊ കെമിസ്ട്രിയിലാണെങ്കിൽ രാസമാറ്റങ്ങൾ, ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ, ഇങ്ങനെ കുറെ സംഭവം. ബയോളജിയിൽ വേറെ, എഡ്യൂക്കേഷൻ, സൈക്കോളജിയിലുള്ള കുറെ കാര്യങ്ങൾ, സൈക്കോളജിയിൽ ഒരുപാട് മനഃശാസ്ത്ര ഗവേഷണങ്ങൾ, പഠന വൈകല്യങ്ങൾ, പാരമ്പര്യ മനഃശാസ്ത്രം, സർഗാത്മകത, അങ്ങനെ മലയാളം പഠിക്കലും കൂടി ആണല്ലോ ഇതില്. നിങ്ങൾ മലയാളത്തിൽ എഴുതിയാലേ നടക്കുള്ളൂ. ഇതിലിപ്പോ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കാണ്ടിരിക്കണായിരിക്കും നല്ല കേട്ടോ. മലയാളത്തിൽ പഠിച്ചോളി, അങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ 2 കാര്യം പറഞ്ഞാൽ, ഒന്ന് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്നറിയോ? ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് പോയി, 100 ദിവസമാണ്.
എത്ര ക്വസ്റ്റ്യൻ ആയി നമ്മുടെ കയ്യില്? പറയ്, മാത്സ് പഠിക്കല്ലേ നിങ്ങള്, പെട്ടെന്ന് പറയണം. ഡെയിലി 5, 100 ദിവസം. പടച്ചോനെ, നിങ്ങൾക്ക് ഇത് കൂട്ടാൻ പഠിപ്പിക്കേണ്ടി വരുമോ? 5 into 100 എത്രേ? 500. ഓക്കെ, ഗുഡ്. 500. ഓൾമോസ്റ്റ് നമ്മൾ കാണുന്ന ഒരു പ്ലാൻ അനുസരിച്ച് ഒരു 300 ദിവസം ഉണ്ടെങ്കിൽ 1000 അല്ലേ? 1500 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഡെയിലി നിങ്ങൾ 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1500 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എഡ്ഫിൽ ലേണിംഗ് ആപ്ലിക്കേഷനിലൊക്കെ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇപ്പൊ ഉദാഹരണം ഫിസിക്സിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ അത് നമ്മളിപ്പോ പിന്നെ നമ്മളെ സ്റ്റുഡൻസിന് ഇപ്പോൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് എന്താ പറയാ, കെമിസ്ട്രിയിലുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ പോപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് പരിചയപ്പെടുത്താണ്. നമ്മുടെ ക്ലാസ് ആകെ 20 to 25 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. 2 മണിക്കൂർ 1 മണിക്കൂറൊന്നും ഉണ്ടാവില്ല. ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റും ഉണ്ടാവും. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ക്വസ്റ്റ്യനിൽ കയറുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് സെറ്റ് ചെയ്യും. അപ്പൊ നമ്മള് പിന്നെ ഒരു സാങ്കേതികമാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത്. നെഗറ്റീവ് മാർക്കോട് കൂടി തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് മാർക്കിന്റെ വേരിയേഷൻസ് അറിയാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാം, പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അത് നിങ്ങൾക്കുള്ള സംവിധാനങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ സംവിധാനത്തിൽ നമ്മൾ സൗജന്യമായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യനുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യനുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000-3000-ലധികം ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ചോദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ 5000-ലധികം ചോദ്യം ഉണ്ടാവും. ഈ 5000-ലധികം ചോദ്യം മിനിമം, ഞാൻ ഏറ്റവും ചുരുങ്ങിയത് പറയാണ്, 5000-ലധികം ചോദ്യം നിങ്ങൾ ഏകദേശം വരുന്ന 8ഓളം വരുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ബേസിലാണ് പുതിയ ചോദ്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വരുള്ളൂ. കാരണം ചോദ്യം ഉണ്ടാക്കുന്ന ആൾ, ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും, ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ ഞങ്ങളെ പോലത്തെ കുറച്ച് അധ്യാപകരായ ആൾക്കാർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പേപ്പറായിട്ട് വരാം. ഈ വരുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതേപോലെ നമ്മളെല്ലാവരും കൂടി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവരെ എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. ആ കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നുള്ളത് റിവിഷൻ 1 ആണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടാസ്ക് എടുത്തു, അത് നോട്ട് എഴുതി, അത് ലെക്ചർ നോട്ട് ചെയ്ത്, അത് സ്റ്റഡി ചെയ്തു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു, പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു, എന്നിട്ട് നമ്മൾ റിവിഷൻ ചെയ്യാം. അതിൽ റിവിഷൻ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട. റിവിഷൻ ഇപ്പം ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ റിവിഷൻ ചെയ്ത് പോണേക്കാളും നല്ല ആദ്യം എല്ലാം സ്റ്റഡി ചെയ്യാം, എന്നിട്ട് ഫസ്റ്റ് റിവിഷൻ ചെയ്യാം, പിന്നെ രണ്ടാമത് റിവിഷൻ ചെയ്യാം, പിന്നെ റീകോൾ ചെയ്യാം. എന്താ റീകോൾ എന്ന് പറഞ്ഞാല്, രണ്ടാമത്തെ റിവിഷന് കഴിഞ്ഞ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? റീകോൾ, ഇംഗ്ലീഷിൽ റീകോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഞാൻ റീകോൾ, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണോ ഇനി പറയാത്തോണ്ടാണോ? റീകോൾ എന്ന് പറഞ്ഞാൽ റിമൈൻഡ് ചെയ്യാം. എന്ന് വെച്ചാല് നമ്മളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ണ് കൂട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇരുന്ന് സൈക്കോളജിക്കലി നമ്മൾ ആലോചിക്കുക, ഞാൻ പഠിച്ച അത് ഓർമ്മിച്ചെടുക്കാം. നമ്മൾ റിമൈൻഡ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബുക്സിലേക്ക്. ഇപ്പൊ ചില ആൾക്കാർക്ക് പിന്നെ ഇമേജ് ബേസ്ഡ് ഉള്ള തിങ്ക് ആയിരിക്കും. സൈക്കോളജി പറയുന്നത് പിക്ചറൈസ്ഡ് ആയിട്ട് മെമ്മറൈസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, സൗണ്ട് കേട്ടിട്ട് മെമ്മറൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അനുഭവത്തിലൂടെയുള്ള മെമ്മറൈസേഷൻ ഉണ്ട്. പല മെമ്മറികളും സിസ്റ്റവും ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണെന്ന് അറിയില്ല. നമ്മളുടെ സിസ്റ്റം പഠിച്ചതിന് ശേഷം നമ്മളത് പഠിച്ച് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നമുക്ക് ഇപ്രാവശ്യത്തെ LPUP പരീക്ഷ കിട്ടും, റാങ്ക് അടിക്കാൻ പറ്റും. അതേപോലെ റിവ്യൂ യുവർ പ്രോഗ്രസ് റെഗുലർലി. നിങ്ങൾ ഓരോ ഡേ നോക്കുക. ഈ ഡേയിൽ ഞാൻ എന്താ ചെയ്ത്? 5 ടാസ്ക് എഴുതി വെച്ചാൽ 2 ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, 3 പറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ദിവസം ഞാൻ പഠിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ, ഇതൊരു 5-10 പേജ് ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ഇതെടുത്ത് പ്രിന്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോയി ഇതിലുള്ള എല്ലാം ടിക്ക് ചെയ്ത് നിങ്ങളെല്ലാം ശരിയാക്കിയാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പ്രാവശ്യം നിങ്ങൾക്ക് റാങ്കിൽ എത്താൻ പറ്റും.
വെറുതെ ടിക്കിടരുത്, പഠിക്കണം. വെറുതെ ടിക്കിടുക എന്ന് പറഞ്ഞ പരിപാടി പറ്റില്ല. കറക്റ്റ് പഠിച്ചതിന് ശേഷം ടിക്കിട്ട് കൃത്യമായിട്ട് ഇതിന്റെ ബുക്കുമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജില്ല, നിങ്ങൾ ഏത് ജില്ലയിൽ പരീക്ഷ എഴുതുന്നവരാണെങ്കിലും ആ പരീക്ഷയിൽ നിങ്ങൾ ഉയർന്ന റാങ്കും നിങ്ങളുടെ അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തും. 100% ഗ്യാരണ്ടിയാണ്. ഇത് സിസ്റ്റമാറ്റിക് അല്ലാതെ എന്തൊക്കെയോ പഠിച്ചു പോവുകയും ഒരു സിസ്റ്റം ഇല്ലാതെ വർക്കൗട്ട് ചെയ്യുകയും ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയും ചെയ്താൽ നമുക്ക് കിട്ടൂല. നമുക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്. സോ ഏറ്റവും പ്രധാനപ്പെട്ടത് മെയിൻറ്റെയിൻസ് യുവർ കോൺഫിഡന്റ്. ഇത് കാണുന്ന സമയത്ത് നമുക്ക് കോൺഫിഡന്റ് കൂടും എന്നുള്ളതാണ്. അപ്പൊ സ്റ്റഡി മാസ്റ്റർ പ്ലാന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയായി നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഇതിന്റെ PDF നിങ്ങൾക്ക് ലഭിക്കും. പറ്റുന്ന ആൾക്കാരൊക്കെ പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആകെ ₹1 ₹2 കിട്ടുന്ന പ്രിന്റർ ഉണ്ടാവില്ല, ആകെ 10-60 രൂപ വരെ ഉള്ളൂ. അതെടുത്തിട്ട് നമ്മൾ ടിക്ക് ചെയ്തിട്ട് കറക്റ്റ് പ്ലാൻ ചെയ്ത് ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി പഠിക്കുന്നത്. ശരി, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കുള്ള തടസ്സങ്ങൾ ഒന്ന് പറയോ? റിമൂവ് ഹാർഡിൽസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ. നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും, ഹാർഡിൽസ് വരും. എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരല് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠനം മൈൻഡിലേക്ക് വരുന്ന സമയത്ത്? ഇതും കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. കുട്ടികൾ ഒന്നും ചെയ്യാൻ പറ്റൂല, അവരവിടെ തന്നെ ഉണ്ടാവും. പിന്നെ വേറെന്താ? കുട്ടികൾ മാത്രമാണോ? എന്തൊക്കെ പ്രശ്നങ്ങൾ വരാണ്ട്? ഫോൺ കോൾ, കോളിംഗ് ബെല്ല്. ഓക്കെ, ഫോൺ കോൾ ഒരു പ്രശ്നമാണ്, തുടങ്ങിയാൽ തീരൂല. ദെൻ ഫോണ്. ദീപിക ഇസ് വെരി ഗുഡ്. ഫോണ് വലിയ കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ക്യാമറക്ക് എന്തോ ഒരു പ്രശ്നം. ഒറ്റ മിനിറ്റ് കേട്ടോ, ഒറ്റ സെക്കൻഡ്. ക്യാമറക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ശരി, വീട്ടിലെ പണികൾ ഒരു പ്രശ്നമാണ്. അതേപോലെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഹർഡിൽസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയില്ലേ? നമ്മളെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പം ഇന്റത് ക്ലിയർ അല്ലേ? നിങ്ങളെ സൗണ്ട്സ് ഫാസില. ഓക്കെ ശരി. അപ്പൊ നമുക്ക് കുറെ പ്രശ്നം, ഫാമിലി ഒരു പ്രശ്നമാണ്. ഫാമിലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓരെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കാൻ പറയുന്നത് പറയാ, കാരണം റിസൾട്ട് കിട്ടി, ജോലി കിട്ടിയാൽ ആദ്യ ശമ്പളത്തിൽ ഇത്ര സാധനം നിങ്ങൾക്ക് എന്തായാലും തരാം, അതുകൊണ്ട് നിർബന്ധമായിട്ട് കുട്ടികളെ നോക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഓരെ ഏൽപ്പിക്കാം. ഫ്രണ്ട്സ്, കുറെ കട്ട ചങ്കുകൾ ഉണ്ടാവും. നമ്മൾ ഇരുന്നിങ്ങനെ പഠിക്കുമ്പോൾ വിളിക്കും, അല്ലടാ നമ്മൾ ഇറങ്ങല്ലേ? എങ്ങോട്ട്? ഞാനിങ്ങനെ LP UPക്ക് പഠിക്കാണ്. എന്ത് LP UP? ഇപ്പൊ എത്ര കാലം നമ്മളപ്പുറത്തുള്ള രമേശൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ PHക്ക് പോയി, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഒരു കാര്യമില്ല എന്ന് മാത്രല്ല, എന്റെ ലൈഫ് പോകുന്നുള്ളൂ. ഇപ്പം വന്നാല് ചുട്ട കോഴി അടിച്ചിട്ട് നമുക്ക് വൈകുന്നേരം അടിച്ചു പൊളിച്ച് പോരാ. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ലോകത്തുള്ള എല്ലാവരും റീൽസ് ഇട്ട് പാട്ട് പാടി അടിപൊളിയാക്കി സെറ്റ് ചെയ്യുന്നു. നമ്മളിങ്ങനെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, ഒരു ലവ് ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ഫേസ്ബുക്കിൽ പോയിട്ട് ലൈക്ക് അടിക്കുന്നു, യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുന്നു. ലോകത്തുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവിധ വീഡിയോസും നമ്മൾ കാണുന്നു. കുക്കിംഗ് വീഡിയോസ് കാണുന്നു, സുജിത് ഭക്തനെ കാണുന്നു, ലോകത്തുള്ള പ്രധാനപ്പെട്ട ട്രാവൽ വ്ളോഗേഴ്സിനെ കാണുന്നു. ഇവരെഴുതുന്ന കാര്യങ്ങൾ കാണുന്നു, വായിക്കുന്നു, ആനന്ദിക്കുന്നു, ലോകത്ത് പോയ പോലെ ഫീൽ തരുന്നു. അടിപൊളി. പക്ഷെ PSC കിട്ടൂല. ലേസിനെസ്, മടി. ജീവിതത്തിൽ പല സമയത്തും പഠിക്കണം 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 ഇങ്ങനെ വിചാരിക്കും. അവസാനം മടി 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 പിടിച്ചിട്ട് അവസാനം എക്സാം ആയി റെഡിയായി പരീക്ഷ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ പടച്ചോൻ, ഇതിപ്പോ ഇത് എനിക്ക് അറിയണല്ലോ, ഇതും എനിക്കറിയാം, പക്ഷെ ഇതൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എളുപ്പമാണ്. തൊട്ടടുത്ത ആൾക്കാരൊക്കെ പറഞ്ഞു പരീക്ഷ അടിപൊളിയായിരുന്നു. നമ്മളപ്പുറത്തുള്ള ശ്രീജ പറയുന്നു, അല്ലെങ്കിൽ ദർശന പറയുന്നു റാങ്കിലെത്താൻ സാധ്യതയുണ്ട്. ആൻസർ കീ വന്നു, റാങ്കിലെത്തി. ദർശനയും അശ്വതിയും ഒക്കെ അടങ്ങുന്ന, ആദിത്യ കൃഷ്ണൻ അടക്കുന്ന കുറെ ആൾക്കാർ പോസ്റ്റിൽ കയറി. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കാണ്. ഞാൻ കുറെ പേരാണ് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇരിക്കാണ്, അടുത്ത കൊല്ലം എന്തായാലും ഞാൻ പിടിക്കും, ഉറപ്പാ. അങ്ങനെ പിടിച്ച് 40-42 വയസ്സായി കഴിഞ്ഞാൽ PSC പറയും, നിങ്ങൾ പിടിച്ചോടുത്തിരുന്നോളി, ഇങ്ങോട്ട് വരണ്ട, കാരണം നിങ്ങളെ സമയം കഴിഞ്ഞിട്ടുണ്ട്.
സോ ലാസിനെസ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി നശിച്ചു പോകാൻ കാരണമാകുന്ന ഒരു സാധനമാണ് മടി എന്ന് പറയുന്നത്. കെയർലെസ്, അശ്രദ്ധ ഇല്ലാണ്ടിരിക്കാം, അശ്രദ്ധ ഉണ്ടാവുക, ഒരു കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ ഇല്ലാതിരിക്കുക, പഠിക്കുമ്പോൾ എന്തൊക്കെയോ പഠിക്കുക, പഠിച്ചത് പിന്നെയോ ഓർത്തെടുക്കാണ്ടിരിക്കാം. ടൈം, സമയം ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാത്തൊരു സാധനമാണ് സമയം എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസുകൾ ഉണ്ടാവും ഒരുപാട്. ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഉറക്കം വരിക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ചില ആൾക്കാർക്ക് ബുക്കട്ടെത്താ ഉറക്കാം, ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സാധനം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയൊക്കെ മാറ്റം ചെയ്യാൻ പറ്റും. ഒരുപാട് ഫുഡ് കഴിക്കാണ്ടിരിക്കുക. ചില ആൾക്കാർ ലേസിന്റെ പാക്കറ്റൊക്കെ കുറ്റിയായിട്ട് കൊണ്ടുപോയി തന്നെ ഇങ്ങനെ കഴിക്കും. ഇത് അവസാനം ലേസ് തിന്നിട്ട് ആകെ ഒരു മന്ദപ്പായിട്ടുള്ള ക്ലാസ്സും കൂടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവും. ഇതൊന്നും സംഭവിക്കാണ്ടിരിക്കുക എന്നത് തന്നെയാണെന്നുള്ളത്. ഫിസിക്കലി ദൈവം തരുന്ന അസുഖങ്ങളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറ്റില്ല, പറയാൻ പറ്റൂല എന്നുള്ളതാണ്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് തരും, PDF തരും, നിങ്ങളത് പ്രിന്റ് എടുത്ത് നോട്ട് ചെയ്തുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ടിപ്സ് ഫോർ യു. ഏത് മത്സര പരീക്ഷകളാണെങ്കിലും നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുക. അഷ്യൂർ യുവർ ടീച്ചർ, നിങ്ങളുടെ അധ്യാപക ആരാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കണം, കൃത്യമായി അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. റിലീസ് ദാറ്റ് യു ആർ നോട്ട് എ ഹ്യൂമൻ, നോട്ട് എ റോബോട്ട് എന്നുള്ളത്. നിങ്ങൾ ഹ്യൂമൻ ആണ്, റോബോട്ട് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിമിറ്റേഷൻസ് വെക്കുക. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ അടുപ്പിച്ചിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് വരും. നമ്മൾ ലിമിറ്റ് ഒക്കെ ഒരു 25 മിനിറ്റ്. ഇപ്പൊ നമ്മളെ ആപ്പിലൊക്കെ ക്ലാസ് 25 മിനിറ്റ്. എന്താ കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റെസ്റ്റ് എടുത്ത് വീണ്ടും പഠിക്കാം. മറ്റെന്താന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും 1 മണിക്കൂറും 2 മണിക്കൂറും കാണുന്ന സമയത്ത് നമ്മളെ മൈൻഡ് സ്ട്രെസ് ആവുകയും പഠിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യും. നോട്ട് മേക്ക് ചെയ്യുക, റിവിഷൻ ചെയ്യുക. സ്റ്റഡി മാസ്റ്റർ പ്ലാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 1 മണിക്കൂറാണ് നമ്മളെ സമയമായിരിക്കുന്നത്. ഞാൻ ഇതിന്റെ കൂടെ നിങ്ങളോട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എഡ്ഫിൽ ലേണിംഗിന്റെ LP UP സ്ട്രക്ചേർഡ് കോഴ്സ് നമ്മൾ 1-ാം തീയതി മുതൽ അതിന്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് Q&A ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ നൽകാം. അത് എന്ന് പറയുന്നത് ഏകദേശം 9,000 rupees വരുന്ന ഫീസ് ഉള്ളത് 3,499 രൂപക്കാണ്. അപ്പൊ അത് കോഴ്സിന്റെ പ്രത്യേകത 1 year വാലിഡിറ്റി മാത്രമല്ല, നിങ്ങൾക്ക് ബുക്കായിട്ട്, അതായത് ക്ലാസ് കാണുമ്പോൾ കിട്ടുന്ന എല്ലാ ക്ലാസ്സുകളും അതേ സാധനം നമ്മുടെ കോപ്പിറൈറ്റ് പുസ്തകമാക്കിയിട്ട് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും കാണാം, നോട്ടും എഴുതാം. നോട്ട് എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ ബുക്കും ഉണ്ടാകും. ആ ബുക്ക് അനുസരിച്ച് അത് ഫ്രീ ആണ്. ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക്, ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളതാണ്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ഓരോ 20 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞാലും പോപ്പപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, വാട്സപ്പിൽ ഡിസ്കഷൻ ടേബിള്, പേഴ്സണൽ മെന്ററിങ് അടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കൽ വർക്കൗട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. സോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നമ്മുടെ ഒരു സിസ്റ്റം നിങ്ങളെ പരിചയപ്പെടുത്തുക. എഡ്ഫിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിഷനോട് കൂടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലേക്ക് വർക്കൗട്ട് ചെയ്യുന്ന 10-50ഓളം വരുന്ന അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് കോഴിക്കോട് ആസ്ഥാനമാക്കിയിട്ടുള്ള. അപ്പോൾ നമ്മുടെ വർക്കുകളിൽ നിങ്ങളുടെ സഹകരണങ്ങളും ഉണ്ടാകും. ഇതേപോലെയുള്ള ഫ്രീ പ്രോഗ്രാംസുകൾ നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളാണെങ്കിലും ഓരോ സബ്ജക്ട് എക്സ്പേർട്സിന്റെ ക്ലാസ്സുകളും നമ്മൾ വരുന്നുണ്ട്. ആ കാര്യം കൂടി നിങ്ങളോട് പറയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? 1 hour ആയി ഓൾമോസ്റ്റ്. ജസ്റ്റ് ആരുടെയെങ്കിലും സൗണ്ട് കേട്ടാൽ സന്തോഷം. പഠനവുമായി ബന്ധപ്പെട്ട്, പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ LP UP പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ സർ. വിപിന പറയും. സർ, ഏകദേശം ഏത് മാസത്തിലായിരിക്കും എക്സാം വരിക, നോട്ടിഫിക്കേഷൻ വരിക, ഒക്കെ ഏതൊരു സമയത്തായിരിക്കും എന്ന് സർ പറയാൻ പറ്റുമോ? നമ്മൾ ഇപ്പം അന്വേഷിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വരുന്ന ടെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരാന്ന്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിരുന്നു PSCയുടെ ഭാഗത്തുനിന്ന്. ഇപ്രാവശ്യവും നമുക്ക് അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ PSCയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയത്. പക്ഷെ കറക്റ്റ് പറയാൻ പറ്റൂല. എന്തായാലും 2024 എക്സാം എന്നുള്ള നിലക്കാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് സമയമൊന്നും ഉണ്ടാവില്ല.
കാരണം ഇപ്പൊ അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് സമയം, പണ്ടൊക്കെ 6 മാസം ഒരു കൊല്ലമൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ വരാറില്ല, പെട്ടെന്ന് പരീക്ഷ നടക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത് നടന്ന പല ലാംഗ്വേജ് PSC പരീക്ഷകളും നോട്ടിഫിക്കേഷൻ വന്ന് 1 or 2 month 2-3 monthsന്റെ ഉള്ളിൽ എക്സാം ഡേറ്റ് വന്നു. എക്സാം ഡേറ്റ് വന്ന് കൺഫർമേഷൻ 2 മാസം കൊണ്ട് കൊടുക്കല. 5-6 മാസമൊക്കെ ഉള്ളൂ. പറയാൻ പറ്റൂല. 6 to 1 yearന്റെ ഉള്ളിൽ നമുക്ക് പരീക്ഷ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ സർ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഇതേപോലെ സെഷൻസുകൾ, നമുക്ക് ഒരുപാട് കുട്ടികൾ ഇനിയും ജോയിൻ ചെയ്യാനുണ്ട്. ഷമീറ. സാർ എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ആപ്പ് ഇതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കോൺഫിഡൻസ് ഏത് സെലക്ട് ചെയ്യുന്നത്, ഇപ്പൊ അൺഅക്കാഡമി, അതുപോലെ എൻട്രി ആപ്പ്, ഒരുപാട് ആപ്പുകൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എനിക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണ്. ഞാൻ ട്രിവാൻഡ്രത്തിനാണ്, ഏത് ആപ്പ് സെലക്ട് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അതാണ് ആദ്യം ഞാൻ തുടങ്ങിയായിരുന്നു, ഒരു ടൈം ടേബിൾ ഒക്കെ എഴുതി ഒട്ടിച്ചു. അതുപോലെ തന്നെ എങ്ങനെ ഈ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഞാൻ 2-3 യൂട്യൂബ് ക്ലാസ് കണ്ടപ്പോൾ ഒന്നിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ജസ്റ്റ് പഴശ്ശി വിപ്ലവത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന് ഒരു ക്ലാസ്സിൽ പറയുന്നത് വേറൊരു ക്ലാസ്സിൽ വരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നു. അതാണ് ഞാൻ ഈ വെബിനാർ അറ്റൻഡ് ചെയ്തത് തന്നെ. എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് ഷമീറ, ഒരു കേസ് എന്താ വെച്ചാല്, നമ്മളിപ്പോ ഞാൻ പറയും ഇപ്പൊ എഡ്ഫിൽ ലേണിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യണം, വേറെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ ആപ്പ് എന്ന് പറയും. പക്ഷെ അവിടെ നമ്മളെ ഡിസിഷനാണ്. നമ്മളെ ഡിസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഉദ്ദേശിച്ച മെത്തഡോളജി അനുസരിച്ചിട്ട്. ഇപ്പൊ നമ്മുടെ ആപ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരും, ക്ലാസ് കാണാനുള്ള ഓപ്ഷൻസ് തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്യാം. പക്ഷെ നമുക്ക് ഏതാണോ നമുക്ക് ഏറ്റവും കംഫർട്ടായി തോന്നുന്നത്, ആ കംഫർട്ട് നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ കൂടും. കാരണം നമ്മളിതിപ്പോ എവിടെയും ജോയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല, എങ്ങനെ പോയി ഇപ്പൊ പഠിക്കണ്ടെന്ന് ഞാൻ പറയും. സ്വന്തമായി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ ഫോർ യു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല്, കോമ്പറ്റീഷൻ നല്ല ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ ബാക്കിൽ ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉയരാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ പഠിക്കുന്നതും നമുക്ക് ഡൗട്ട് ചോദിക്കാനും ഒന്നും അവസരമില്ലാണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ടീം വർക്ക് എന്നുള്ള നിലക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ ബേസ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്വന്തം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിഷനും വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇതായിരിക്കും. അപ്പൊ നിങ്ങളാണ് അതിന്റെ ഡിസിഷൻ എടുക്കേണ്ടത്. നമ്മൾ ഏതാണോ നിങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഏറ്റവും കംഫർട്ടും നിങ്ങൾക്ക് കംഫർട്ട്. ഇപ്പൊ നമ്മളെ കംഫർട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 1 മണിക്കൂറല്ല ക്ലാസ് ഉണ്ടാവും, 25 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാം. അപ്പൊ തന്നെ ഒരു പരീക്ഷ ഉണ്ടാവും. ആ പരീക്ഷ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇതാക്കാം. അതാണ് നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ബുക്കും നിങ്ങൾക്ക് കിട്ടും, ഹൈബ്രിഡ് ആണ്. അപ്പൊ ബുക്ക് വെച്ചിട്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ബുക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല, ബുക്ക് അടുത്ത മാസം മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങാണ്. ടെസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് സിസ്റ്റം. അപ്പോൾ ഷമീറിനോടേക്ക് പറയാനുള്ളത്, ആസ് യുവർ ലൈക്ക്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആണെന്ന് തോന്നുന്ന ഏത് കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. ബിക്കോസ് യുവർ റാങ്ക്, നിങ്ങൾ റാങ്ക് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷമീറോട് പറയുന്ന കേസ് എന്ന് വെച്ചാൽ, നിങ്ങളോട് എല്ലാവരോടും പറയുന്ന കേസ്, നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ റാങ്കിലെത്തണം. നിങ്ങളെ പോസ്റ്റിൽ നിങ്ങൾ കയറിയേ മതിയാകും. ആ ജോലി നേടാൻ വേണ്ടി നിങ്ങൾ ആര് സഹായിക്കുന്നുവോ അവരുടെ കൂടെ നിങ്ങൾ കട്ടക്ക് നിൽക്കുക. നിങ്ങളുടെ സമയവും നിങ്ങളുടെ മൈൻഡും എല്ലാം നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കുക. നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റും. ജോലി കയറണം, അത്രേ ഉള്ളൂ. ഗവൺമെന്റ് സർവീസിൽ നിങ്ങൾ എത്തണം. നിങ്ങളുടെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ സാർ. അപ്പൊ നമുക്കിപ്പം സബ്ജക്ട് അതായത് ടെക്സ്റ്റ് ബുക്ക് ആണ് പഠിക്കേണ്ടത് എന്നാണല്ലോ പറയുന്നത്. അതാണ് പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് സൈക്കോളജിയും പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതായത് ചെറിയ ക്ലാസ്സിലെ ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പഠിക്കണോ? കാരണം ഇപ്പം കുറച്ച് സമയം ഉണ്ടല്ലോ നമുക്ക് മുന്നില്. അപ്പം എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത് പഠിക്കാൻ വേണ്ടിയിട്ട്? ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് കംപ്ലീറ്റ്ലി LP-UP പരീക്ഷകൾ ഉള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് SCERTന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വെറുതെ ചുമ്മാ വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അതിൽ നിന്ന് പോയിന്റ് ഓഫ് വ്യൂവിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കൃത്യമായി, ഇപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് SCERTന്റെ ബുക്കുകൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എങ്ങനെ പഠിക്കണം, ഏത് തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, എല്ലാം ഒരേ വാല്യൂവിൽ കാണണം. ചില ആൾക്കാർ ഇപ്പൊ എനിക്ക് മലയാളമാണ് താല്പര്യം, അതുകൊണ്ട് മലയാളം കംപ്ലീറ്റ് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് ഇനി മറ്റേത് പഠിക്കാം. അങ്ങനെ പഠിക്കാതിരിക്കണേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പാരലായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ ബിക്കോസ് പറയാൻ കാരണം എന്താ വെച്ചാൽ, പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വിഷയത്തിലും നമുക്ക് കുറച്ച് നോളജ് ഉണ്ടാവും.
ഈ സിലബസിനെ കുറിച്ചിട്ട് നോളജ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് പല മാർക്കും വെട്ടാൻ പറ്റും. ഇപ്പൊ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കുകൾ വെട്ടാൻ പറ്റുന്നത് നിങ്ങൾക്ക് 2 ഇന്ന ഏരിയ അല്ലാന്ന് മനസ്സിലായാലും നമുക്ക് പെട്ടെന്ന് വെട്ടാം. അല്ല എങ്കിൽ നമുക്ക് ഇത് ഏതാണ് നമ്മൾ കേൾക്കാത്തായിരിക്കും. നമ്മൾ കേൾക്കാത്ത ഒരൊറ്റ പോയിന്റ് പോലും പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അറിയാവുന്നുള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും നല്ലത് സ്റ്റാർട്ടിങ് ബേസിക് മുതൽ പഠിക്കാം. ബേസിക് ആയിട്ട് കാര്യം ഇപ്പൊ വേറെ ആരോർക്കും മാത്സിന്റെ ബേസിക് പറഞ്ഞാൽ മാത്സ് ഇപ്പോ കൃത്യമായി മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാം ബേസിക് ആയിട്ട് പഠിക്കാം. എന്നിട്ട് അതിന്റെ ടൈറ്റ് ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അത് നിങ്ങൾ പാരലായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സൈക്കോളജി. അതിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി നിങ്ങൾ TTC-കാരാണ്. TTC-യിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള DED-ന്റെ പിന്നെ TTC-യുടെ ബുക്സുകൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. സൈക്കോളജി എന്ന് പറയുന്നത് അതാണ്, ചൈൽഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈക്കോളജിയാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഇത് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, കൃത്യമായ പ്ലാനും ഇല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നിങ്ങളൊരു പ്ലാൻ അനുസരിച്ച് പോയാൽ മതി, നടക്കും എന്തായാലും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്കിതിൽ നമ്മളൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഇനി ഒരുപാട് പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. നിങ്ങൾ ആ ഗ്രൂപ്പ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ പിന്നെ എന്തായാലും വളരെ സന്തോഷം. ബാക്കിയുള്ള ആളുകൾ റെക്കോർഡ് ക്ലാസ്സുകളാണ് കേൾക്കുക. എന്തായാലും ഇപ്രാവശ്യത്തെ LP-UP റാങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്കിത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. സിലബസ് ഞാൻ ചെയ്തുതരാം, ഒന്ന് പറഞ്ഞുതരാം. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് കമന്റ് ചെയ്യണം, ഞാനൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറയാം. ഒന്നുമല്ല, വരാത്ത ചിലർക്ക് ലൈവിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആയെന്ന് പറയുമ്പോൾ അവർ റെക്കോർഡിനെ കുറിച്ചും ക്ലാസ്സുകൾ കേൾക്കും. ഇത് കാരണം നിങ്ങൾക്ക് റാങ്കിൽ എത്താൻ കഴിയുമെങ്കിൽ വളരെ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ ഞാനും നിങ്ങളോടൊപ്പം ചേരും. എഡ്ഫിൽ ലേണിംഗിന്റെ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, വെബിനാറുകൾ, വർക്ക്ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് സൗജന്യമായിട്ട് നമ്മുടെ കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അടുത്ത പ്രാവശ്യം നമുക്ക് ഞാൻ ഒന്നുകൂടി ആശംസിക്കുകയാണ് റാങ്കിൽ എത്തട്ടെ എന്ന്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.